ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. സുസ്മിത ജയിലിലായെന്ന് കരുതി നമുക്ക് സമാധാനിക്കാനൊന്നും ആകില്ല ഭാമേ. ചിലപ്പോൾ ഇവിടത്തേനെക്കാട്ടിലും നല്ല സൗകര്യമായിരിക്കും അവളുടെ ആ ചീറ്റപ്പൻ അവൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവളെ അങ്ങനെ വളരാൻ അനുവദിച്ചൂടാ. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യണം. ഇത് കേൾക്കുന്ന ഭാമ ഉടൻ തന്നെ മിനിസ്റ്ററെ വിളിച്ച് സുസ്മിതയുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സെൻട്രൽ ജയിലാണ്. സുസ്മിത അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ചന്ദ്രബോസിനോട് പറയുകയാണ്, ചിറ്റപ്പ എനിക്കൊരു സംശയം. എന്താടിയെന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അത് പിന്നെ ചിറ്റപ്പ, ഒരു പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു കുറ്റം ചെയ്തു. കുറ്റം എല്ലാവരും അറിഞ്ഞു വന്നപ്പോൾ ആ പ്രതി ജയിലിലുമാണ്. അങ്ങനെ വന്നാൽ ആ പ്രതിക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ, അതോ അവളാണെന്ന് എല്ലാവരും തിരിച്ചറിയുമോ? ഇതാ എനിക്കറിയേണ്ടത്. നീ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, അത് പിന്നെ ഞാനേ ആ സത്യഭാമയുടെ വീട്ടില് ഒരു ടൈം ബോംബ് സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് പൊട്ടാൻ സമയമാകുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നത് എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ, കൂടുതലായിട്ടൊന്നും ഞാൻ ചിറ്റപ്പനോട് പറയുന്നില്ലെന്നും എല്ലാം നടന്നു കഴിഞ്ഞ് ചിറ്റപ്പൻ അറിഞ്ഞാൽ മതിയെന്നും സുസ്മിത പറയുകയാണ്. തുടർന്ന് ശാലിനി തന്നോട് പണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുസ്മിത ഓർക്കുകയാണ്. എന്നാലും അവൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ. എനിക്ക് അത് ഓർക്കുമ്പോഴാ ഒരു പുകച്ചില്. പിന്നെ ചിറ്റപ്പൻ ആ ശാരദാമ്മയുടെ കാര്യം എന്താണെങ്കിലും മറക്കണ്ട. ഇല്ലടി, ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ എന്താണെങ്കിലും അത് ചെയ്തിരിക്കും. പിന്നെ നീ ജയിലിലാണെന്ന് കരുതി വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ വാർഡൻ അവർ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. നീ അടങ്ങി ഒതുങ്ങി നിന്നാ മാത്രം മതി. പുറത്തു നിൽക്കുന്ന സുസ്മിതയേക്കാൾ പേടിക്കേണ്ടതേ അകത്ത് കിടക്കുന്ന സുസ്മിതയാ. എല്ലാവരും ആ കാര്യം അറിയാൻ പോകുന്നതേയുള്ളെന്ന് സുസ്മിത പറയുന്നു. എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് കയറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത ചന്ദ്രബോസിന്റെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. ഇവക്കെന്താ ഭ്രാന്തായോ എന്ന് ചന്ദ്രബോസ് മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്ന ശാരദാമ്മയുടെ വീടാണ്. ശാരദാമ്മ വരുന്നത് കണ്ടിട്ട് രാജു ഓടി ചെല്ലുകയാണ്. ശാരദാമ്മ എവിടെ പോയിരുന്നെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ ജോലിക്ക് കയറിയ കാര്യങ്ങളെല്ലാം തന്നെ രാജുയോട് പറയുകയാണ്. എന്നാലും സ്വന്തമായിട്ടൊരു ഹോട്ടലുണ്ടായിട്ട് ശാരദാമ്മയ്ക്ക് ഈ ഗതി വന്നല്ലോ. എടി, സ്വന്തമായിട്ട് എനിക്ക് ഹോട്ടലുണ്ടായിട്ടും ഞാനവിടെ മുതലാളി പോലെയൊന്നുമല്ലല്ലോ ഇരുന്നിരുന്നത്. എല്ലാവരെയും സഹായിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് എനിക്കിതത്ര മോശമായൊന്നും തോന്നുന്നില്ല. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കുമ്പിളപ്പം. ഞാൻ കുറച്ച് വഴനയില കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഹോട്ടലിലും അതൊന്ന് പരീക്ഷിച്ചു നോക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ശാരദാമ്മ കുടുംബശ്രീയിലേക്ക് കയറുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പാറുക്കുട്ടി കരച്ചിൽ നിർത്തുന്നില്ലെന്ന് പൊന്നി വന്ന് രാഘവൻ നായരോട് പറയുകയാണ്. വിശന്നിട്ടാകും ഇപ്പോ, അവളുടെ അമ്മ വരുമല്ലോ. എന്താണെങ്കിലും നീ ഒന്ന് സമാധാനപ്പെടുത്തി ഉറക്കാൻ നോക്കുന്ന രാഘവൻ നായർ പറയുമ്പോൾ പൊന്നി കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വിഷ്ണുവും ശാലിനിയും എല്ലാം തന്നെ കോടതിയിൽ നിന്നും തിരികെ വരുന്നു. രാഘവൻ നായർ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയാണ്. എന്നാലും സുസ്മിതയ്ക്കുള്ള പണി അത് കിട്ടിയല്ലോ മോനെ, എനിക്ക് സന്തോഷമായെന്ന് രാഘവൻ നായർ പറയുന്നു. അല്ലച്ചാ, അമ്മ എവിടെയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അത് പിന്നെ പൂജാമുറിയിലാണെന്ന് രാഘവൻ നായർ പറയുകയാണ്. അങ്ങനെ അവരവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സുസ്മിത തന്നെ ചതിച്ചതും കൂടാതെ താൻ തൻ്റെ മക്കളെ വിശ്വസിക്കാത്തതിനുമെല്ലാം തന്നെ ഭഗവാന്റെ മുന്നിൽ നിന്നും ക്ഷമ പറയുന്ന സത്യഭാമയാണ്. ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിയുന്ന ഭാമ അവരെ കണ്ട് ഒരു പരിഭ്രമത്തോടെ നിൽക്കുകയാണ്. നിങ്ങൾ വന്നിട്ട് കുറേ നേരമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പോൾ വന്നതേയുള്ളെന്ന് വിഷ്ണു പറയുന്നു. തുടർന്ന് വിഷ്ണു വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പ് ഊരി വെച്ചിട്ട് പോയ മാല ഭാമ വിഷ്ണുവിന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നിന്റെ കഴുത്തിലാ കിടക്കേണ്ടത്. അങ്ങനെ ഭാമ ശാലിനിയോട് പറയുകയാണ്, നീ പുണ്യം ചെയ്തവളാ. അതുകൊണ്ടല്ലേ നിന്നെ നന്നായി സ്നേഹിക്കുന്ന ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയത്. അമ്മയെന്ന് നെഞ്ചിൽ പച്ച കുത്തിയവൻ ഭാര്യ തെരുവിലേക്ക് ഇറങ്ങുകയാണെന്ന് കണ്ടപ്പോൾ കൂടെ ഇറങ്ങുകയാ ചെയ്തത്. സത്യം പറഞ്ഞ നീ ഒരു ഭാഗ്യം ചെയ്ത പെൺകുട്ടി തന്നെയാണെന്ന് ഭാമ പറയുന്നു. ഇനിയുള്ള കാലം നല്ലൊരു അമ്മയായിട്ടും അമ്മായിയമ്മയായിട്ടും മുത്തശ്ശിയുമായിട്ടും ഒക്കെ കഴിയാനാ എനിക്കിഷ്ടം എന്നൊക്കെ ഭാമ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.